ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്ന എല്ലാവരും പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ സത്യമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എങ്ങനെയാ, ഒരു പനി വരുന്നത് പോലെ അറിയാതെ വന്നു പോയതായിരിക്കും അല്ലേ? അതല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതേ ആയിരിക്കില്ല. ഒരു പാർട്ട്ണർ ഉള്ളത് എന്നെ മറന്നിട്ട് മറ്റൊരാൾക്ക് ടെക്സ്റ്റ് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ട് അയാളെ കൂടെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് അറിയാതെ പറ്റിപ്പോയതായിരിക്കും അല്ലേ? ഇതിൽ വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഈ ചതിക്കുന്ന ആൾ വളരെ ഈസി ആയിട്ട് ലൈഫിൽ മൂവ് ഓൺ ആകും. പക്ഷേ ചതിക്കപ്പെടുന്ന വ്യക്തിയോ, ഇനി ആരെ വിശ്വസിക്കണം, ആരുടെ സ്നേഹമാണ് സത്യം, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ട്രസ്റ്റ് ഇഷ്യൂ കാരണം ലൈഫിൽ അവിടെ തന്നെ അങ്ങ് നിന്നു പോകും. സോ നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അയാളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് അവരോട് തന്നെ തുറന്നു പറയുക. നിങ്ങൾ പറയുന്ന കാര്യം ചിലപ്പോൾ അവരെ വിഷമിപ്പിച്ചേക്കാം, എങ്കിലും ഈ കൂടെ നിന്ന് ഒരുപാട് കാലം വിശ്വസിപ്പിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചതിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റൊന്നും ഈ തുറന്നു പറയുമ്പോഴുള്ള കാര്യത്തിൽ ഉണ്ടാവില്ല. ഒരു തവണ നിങ്ങളുടെ മുകളിലുള്ള ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് അതിനെ ഒരു പശ ഇട്ടിട്ട് ഒട്ടിക്കുന്ന പോലൊന്നും ഒട്ടിക്കാനായിട്ട് പറ്റത്തില്ല. ഒരിക്കൽ പോയാൽ അത് പോയതാണ്. ഈ 1 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പറ്റിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളെങ്കിലും മാറിയാൽ അത്രയും സന്തോഷം. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.